നമസ്കാരം. വളരെ രസകരമായി കേരളത്തെ വിലയിരുത്തിയ ഒരഭിപ്രായമാണ് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ആറ്റുകാൽ പൊങ്കാല ഒരത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒന്നായി മാറുന്ന ഒരു കേരളത്തെയാണ് ആർലേക്കർ തിരുവനന്തപുരത്ത് കണ്ടത്. അത് കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇത്രമാത്രം മതസൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന, ഇത്രമാത്രം സ്നേഹത്തോട് കഴിഞ്ഞുവിടുന്ന ഒരു ജനത ലോകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് പ്രാധാന്യമുള്ളതായി മാറുന്നത്. ഒന്ന്, RSSും BJPയും ഒക്കെ വളരെ കർക്കശമായിട്ടുള്ള രീതിയിൽ ചില ഘട്ടങ്ങളിലെങ്കിലും കേരളത്തിലെ മുസ്ലിം തീവ്രതയെക്കുറിച്ചും മുസ്ലിം രാഷ്ട്രം പോലെ പ്രവർത്തിക്കുന്ന കേരളത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് BJPയുടെ തന്നെ സമ്മന്നദ്ധനായിട്ടുള്ളൊരു നേതാവും കേരളത്തിൻ്റെ ഗവർണറുമായ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിൻ്റെ നന്മ കാണാനായിട്ട് ശ്രമിക്കുകയും അത് കേരളത്തോടും ലോകത്തോടും വിളിച്ചു പറയുകയും ചെയ്തു. ഇതിൽ ആർലേക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അദ്ദേഹം അടിയുറച്ച RSSകാരനാണ്. അദ്ദേഹം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. RSSന് വേണ്ടി തന്നെ നിലനിൽക്കുന്നുള്ള ഒരു തർക്കമില്ല. പക്ഷേ കേരള ജനതയുടെ പൊതുസ്വഭാവം എന്താണ് എന്ന് പ്രഖ്യാപനം നടത്തിയ സമയത്ത് അദ്ദേഹം ഒരു വിശാല മനുഷ്യൻ്റെ മനസ്സുൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അഭിപ്രായ പ്രകടനം നടത്തിയത്. അദ്ദേഹം വളരെ പിഗ്മി മൈൻഡഡ് ആയിട്ടുള്ള ഒരു RSS നേതാവായിരുന്നെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പറയില്ല, അദ്ദേഹത്തിന് അറിയാമെങ്കിലും. കാരണം പൊളിറ്റിക്കലി അത് നല്ലതല്ല എന്നായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഉപദേശം. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം പറയാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാനായിട്ട് കേരളം മുഴുവൻ ഒത്തുചേരുകയും അങ്ങനെ ചേരുന്ന കേരളത്തെ അവിടെയുള്ള വിഭിന്ന ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നെഞ്ചേറ്റുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് പാളയം ഇമാം പറഞ്ഞത്, നമ്മളുടെ വിശുദ്ധ നോമ്പിൻ്റെ കാലമാണ്, എന്നാൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരും തിരുവനന്തപുരത്തെത്തുമ്പോൾ നമ്മൾ അവരെ അതിഥികളായി സ്വീകരിക്കുകയും നമ്മുടെ വീടുകളും പള്ളികളും അവർക്ക് തുറന്നു വെച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, വൈകുന്നേരമാവുന്ന സമയത്ത് നോമ്പ് തുറക്ക് വേണ്ടി ശേഖരിക്കുന്നതായിട്ടുള്ള പഴങ്ങളും ഈ വരുന്നവർക്ക് നൽകണം എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നുവെച്ചാൽ ആറ്റുകാൽ പൊങ്കാല വളരെ മഹത്തരമായിട്ടുള്ള രീതിയിൽ കൊണ്ടാടണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനനുസരിച്ച് തന്നെയാണ് അവിടുത്തെ മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും ഒരേപോലെ നെഞ്ചേറ്റിയ ഈ പൊങ്കാലയുടെ വിശേഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സ്നേഹ സന്ദേശമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഗവർണർ ആർലേക്കർ ലോകത്തിൻ്റെ മുന്നിൽ വെച്ചത്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്താണ് നമ്മുടെ ഈ അടുത്ത ഇടയായി കേരളത്തിലിറങ്ങിയ ഒരു ചിത്രമുണ്ട്, കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ചിത്രം കേരളത്തിൽ വെറുപ്പുൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ചിത്രമാണ്. കേരളത്തിൽ നിരവധി ആളുകൾ മതം മാറി മുസ്ലിമായി തീരുകയും അവരെ IS സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് എന്ന് പ്രചരിപ്പിക്കുകയും കേരളം എന്ന് പറയുന്നത് അത്ര മോശമാണ്, വളരെ തീവ്രമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഇടം നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ചിത്രീകരിച്ച് കേരളത്തെ മോശമാക്കി, ഇതാണ് കേരളത്തിൻ്റെ കഥ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ആ ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് കേരള സ്റ്റോറി 1 വന്ന സമയത്ത് നന്നായിട്ട് പ്രൊപ്പഗാൻഡ് നടത്തിയതിൻ്റെ ഫലമായിട്ട് പണമുണ്ടാക്കാനായിട്ട് അവർ കഴിഞ്ഞു. ബോക്സ് ഓഫീസ് നിറഞ്ഞ് കവിഞ്ഞ് പണമൊഴുകി കുട്ടളങ്ങളിൽ പണം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന്, അതിൻ്റെ നിർമ്മാതാക്കൾക്കും അതിൻ്റെ സംവിധായകർക്കും ഒക്കെ ലഭ്യമായി തീർന്നപ്പോൾ അതിൻ്റെ കൊതി കൊണ്ടാണ് അവൻ രണ്ടാമതും വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നത്, കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞൊരു സിനിമ നിർമ്മിച്ച് വീണ്ടും ജനങ്ങളുടെ ഇടയിൽ വന്ന് ഈ വെറുപ്പ് വിവേചനവും വിറ്റഴിക്കാനായിട്ട് ശ്രമിക്കുകയും, പക്ഷേ രണ്ടാം വരവിൽ കേരളം തിരിച്ചറിഞ്ഞു ഇവൻ ആളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നടക്കുന്നതായിട്ടുള്ള പന്നയാണ് എന്ന്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ ആളുകൾക്ക് അവന് കാണിച്ചു കൊടുക്കാൻ പറ്റി. കേരള സ്റ്റോറി 2 മിക്കവാറും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാ ബോക്സ് ഓഫീസുകളും 7 നിലയിൽ പൊട്ടി അവനതുകൊണ്ട് ഓടേണ്ടതായിട്ടുള്ള സ്ഥിതി വന്നു. കേരളത്തിൽ മാത്രമല്ല,
ഈ അഭിപ്രായം ഉണ്ടായത്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലുമൊക്കെ ഇതല്ല കേരളം എന്ന് പറയാനായിട്ട് ഒരുപാട് ആളുകളുണ്ടായി എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ മനുഷ്യരെയും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. എല്ലാ മതസ്ഥരായിട്ടുള്ള മനുഷ്യർക്കും പരസ്പരം ജീവിക്കാനായിട്ട് പറ്റുന്ന ഇടമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേരളം. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നുള്ളതാണ്. ഏത് മതവിശ്വാസിയായി കഴിഞ്ഞാലും അവർ പറയും അതെ കേരളം കൊള്ളാം എന്ന് പറയാനുള്ള മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ഈ തവണ ഈ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ് വന്ന സമയത്ത് എടാ ഇതല്ല കേരളത്തിൻ്റെ കഥ എന്ന് പറയാൻ ഇവിടെ ആളുകളുണ്ടാകുകയും ആ ആളുകളുടെ തിരിച്ചറിവെന്ന് പറയുന്നത് ആ ചിത്രത്തെ പരാജയപ്പെടുത്തി ബോക്സ് ഓഫീസിൽ നിന്ന് പൊട്ടിച്ചു വിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഏറ്റവും നല്ല ഒരു സർട്ടിഫിക്കറ്റാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹം നമുക്ക് തന്നത് എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവില്ലേ, RSSനോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ഹിന്ദു മുന്നണിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, CPMനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, CPIയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, മുസ്ലിം ലീഗിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഒക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. കാരണം പ്രത്യേക തരത്തിൽ ഓരോരുത്തരുടെയും പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് അവർ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് പുലർത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടി അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട കാര്യമില്ല. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യരെന്നതിലേക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു കേരളമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അത് നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ആർലേക്കറിൽ നിന്ന് വന്നത്. ഇപ്പോൾ ആർലേക്കർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആർലേക്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർലേക്കറുടെയും ഗുണം അതിൻ്റെ അകത്തുണ്ട്. ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ ആർലേക്കർ ഇതിനെ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ മാത്രമാണ് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് കഴിയില്ല. അത് അദ്ദേഹത്തിൻ്റെ കഴിവായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം വിശാലമായിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ ഈ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് പൊങ്കാലയുടെ ഐശ്വര്യം എന്ന് പറയുന്നത്, പൊങ്കാലയുടെ സ്നേഹസംഗീതം എന്ന് പറയുന്നത് സർവ്വമതസ്ഥരായിട്ടുള്ള മനുഷ്യരുടെ സംഗമമാണ് എന്ന് അദ്ദേഹം കാണുകയും അതിനെ അദ്ദേഹം വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന സന്ദേശമാണ് ഈ പൊങ്കാലയുടെ സന്ദേശം കേരളത്തിനും ലോകത്തിനും പകരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം അത് പറയുന്ന സമയത്ത് അദ്ദേഹം മലയാളി അല്ലാത്തതായിട്ടുള്ള ഒരു ഗവർണർ മലയാളിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് മലയാളി അല്ലാത്ത ഇടങ്ങളിലുള്ള ആളുകൾക്ക് കൂടി അതിൻ്റെ ഒരു വിശ്വാസ്യത, അതിൻ്റെ ഒരു ഉറപ്പ്, അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ മനോഹരവും സുന്ദരവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പൊങ്കാല സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നെനിക്ക് തോന്നുന്നു.